എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഇതേ വേദിയിൽ നമ്മൾ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച കഴിഞ്ഞതേയുള്ളൂ. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രണയപ്പകയും ലൈംഗിക അസൂയയും എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജൈവികമായ ചോദനയാണ് പ്രണയം. നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ പ്രേമിക്കുന്നവന് കണ്ണില്ല എന്നൊക്കെ നിരന്തരം പറയാറുണ്ട്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ എല്ലാം മായ്ച്ചു കളയുന്ന വല്ലാത്തൊരു അനുഭൂതിയായാണ് എപ്പോഴും വാക്കുകളിൽ നമ്മൾ പ്രണയത്തെ അടയാളപ്പെടുത്താറുള്ളത്. മനുഷ്യൻ്റെ സന്തോഷമായും സന്താപമായും ഉന്മാദമായും ആനന്ദമായും ഒക്കെ പ്രണയം ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പിന്നീട് അത് പല ഭാവങ്ങളിലേക്ക് മാറുന്നു. അധികാര പ്രശ്നം വരുന്നു, സംശയം വരുന്നു, സ്വാർത്ഥത വരുന്നു. അങ്ങനെ പല മേഖലകളിലേക്ക് പ്രണയം എന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതെല്ലാം തന്നെ നമുക്ക് ഉള്ള വികാരങ്ങളാണ്. അത് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് റിയലൈസ് ചെയ്യണം ആദ്യം. ഇവിടെ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെ പ്രണയിക്കേണ്ട, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ ഈ അസൂയ? നമുക്ക് തോന്നിയിട്ടില്ലേ? ലൈംഗികമായിട്ടുള്ള അസൂയയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട അസൂയയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും തോന്നും അത്. പക്ഷേ നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അതിനൊരുപാട് ബയോളജിക്കലായിട്ടുള്ള അടിസ്ഥാനം തന്നെയുണ്ട്. നമ്മുടെ ഒരുപാട് പുതിയ പഠനങ്ങൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അതിൽ ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ തൻ്റെ ബീജം നമ്മുടെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മുടേതായ ഒരു പങ്കാളി, നമുക്ക് ഉറപ്പ് വേണം നമ്മുടെ പങ്കാളിക്ക് നമ്മുടെ കുട്ടി തന്നെയാണ് ഉണ്ടായത് എന്നുള്ള ഉറപ്പ് വേണം. ആ ഒരു അടിസ്ഥാനം, ബയോളജിക്കലായിട്ടുള്ള അടിസ്ഥാനം ആണുങ്ങളുടെ പ്രണയപ്പകയ്ക്കുണ്ട്. ആണുങ്ങൾക്കാണ് കൂടുതലും പകയുള്ളതെന്നും കൂടിയാണ് കാണുന്നത്, പഠനങ്ങൾ കാണുന്നത്. പെണ്ണുങ്ങൾക്കില്ല എന്നല്ല, പെണ്ണുങ്ങൾക്കുണ്ട്. പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന കൂടുതലും അവരുടെ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഇത് നഷ്ടപ്പെടുമോ, പ്രണയം നഷ്ടപ്പെടുമോ എന്നുള്ളിടത്താണ് ഉണ്ടാകുന്നത്. അതിനും ഉള്ള ബയോളജിക്കലായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, കൂടുതൽ കാലം നമുക്ക് ഈ പങ്കാളിയെ കൂടെ വേണം. കുഞ്ഞിനെ വളർത്താനായിട്ട് നമുക്ക് റിസോഴ്സസ് ഉള്ളത് ആണുങ്ങൾക്കാണ്. അപ്പോൾ റിസോഴ്സസ് ഉള്ള ആണുങ്ങളെ നമ്മുടെ കൂടെ നിർത്തണം എന്നുള്ള ഒരു അബോധ തലത്തിൽ നിന്നുള്ള ഒരു പ്രേരണ, അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. പക്ഷേ നമ്മളത് ജീവശാസ്ത്രപരമായിട്ട് മാത്രം ചുരുക്കി കാണാൻ പറ്റില്ല. അതിൽ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള തലങ്ങളും കൂടിയാണ് ഇന്ന് വികസിച്ച് വന്നിട്ടുള്ളത്. നമുക്കറിയാലോ, ഇപ്പോൾ കുറേ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു ഒരാളെ പ്രോസസ്സ് ചെയ്ത് വെക്കണം എന്നുള്ള. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് നമ്മളിത് അവരുടെ പെണ്ണിനെ അവരുടെ സ്വന്തമല്ല ആരെങ്കിലും ഒന്ന് നോക്കിപ്പോയാലൊക്കെ കളിയാക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട് അല്ലേ? പ്രണയിക്കുന്ന സമയത്ത് ആണുങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന സമയത്ത് ആ പെണ്ണ് വേറെ കൂടുതൽ ആൾക്കാരായിട്ട് മിണ്ടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചുറ്റുമുള്ള കൂട്ടുകാർ തന്നെ അവരെ കളിയാക്കുകയാണ്. കണ്ടില്ല, നിൻ്റെ പെണ്ണ് വേറെ ആൾക്കാരോട് മിണ്ടുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് ഇതിനെ വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു വശമാണ്. ആ ഒരു വശവും നമ്മളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ട് വടക്കു നോക്കി യന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ. ഭയങ്കര തമാശയുള്ളൊരു സിനിമയാണ് അത്. ഇതാണ് അതിനകത്തുള്ള ഒരു തീം, അതാണ്. പക്ഷെ അത് നമ്മളെ ചിന്തിപ്പിക്കും. ചിരിപ്പിക്കുന്നതിനോട് കൂടി തന്നെ നമ്മൾ ചിന്തിപ്പിക്കുകയും ചെയ്തു. ഇത്ര ആവശ്യമാണോ? നമുക്കൊരു റിഫ്ലക്ഷൻ തരികയാണ്, നമുക്കൊന്ന് നോക്കാൻ. ഓക്കെ, ഇതിൻ്റെ ഒരു വൾഗാരിറ്റി ഒക്കെ നമ്മളെ ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു സിനിമയാണത്. പിന്നെ അതുപോലെ ഒഥല്ലോയുടെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അത് കുറച്ച് ട്രാജഡി ആണെങ്കിൽ പോലും നമുക്ക് നമ്മളെ വീണ്ടും ഒന്ന് വേദനിപ്പിക്കുകയും അയ്യോ എന്ന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ളതല്ലാണ്ട് തന്നെ നമ്മുടെ സാധാരണ ഡയലോഗിലൊക്കെ വരുന്ന കാര്യങ്ങൾ, സിനിമയിലാണെങ്കിലും ഒക്കെ വരുന്നത് വീണ്ടും ഇതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരിക്കും. ആണുങ്ങളെ ഒന്നും കൂടെ പ്രകോപിപ്പിക്കുക, നിൻ്റെ പെണ്ണ് അങ്ങനെ പോയല്ലോ എന്നുള്ള തരത്തിൽ. അങ്ങനത്തെ ഒരു കൾച്ചറലായിട്ടുള്ള എലിമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഇത് വലിയൊരു പത്തോളജി അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ മെഡിക്കലിൽ പറയുന്ന സമയത്ത് ഇതിനൊരു രോഗമായിട്ട് പറയാറുണ്ട്, ഒഥല്ലോ സിൻഡ്രോം. എക്സ്ട്രീം ആകുമ്പോഴാണ് കേട്ടോ. സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ട്. അതിനെ ഒരു എക്സ്ട്രീം ഇതിലേക്ക് എത്തി കൊലപാതകത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് അതിനെ നമ്മൾ രോഗമായി കാണുന്നതിന്. അതിന് ഒഥല്ലോ സിൻഡ്രോം എന്നൊരു പേരുണ്ട്, ഡെല്യൂഷൻ ഓഫ് ജലസി എന്ന് പറയും. അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ക്ലിനിക്കിൽ തന്നെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആൾ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ചർച്ചയിലേക്ക് പോകാം. പ്രണയപ്പക എങ്ങനെയാണ് ഒരു രോഗമായി തീരുന്നത് എന്നതാണ് ജയശ്രീ ടീച്ചർ അവസാനം
കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു രോഗത്തെക്കുറിച്ച്, മനോരോഗങ്ങളെക്കുറിച്ച് നിരന്തരം പഠിച്ചിട്ടുള്ള ഒരാളാണ് ടീച്ചർ. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മളെ ഞെട്ടിച്ചൊരു വാർത്ത, ഭർത്താവ് ഭാര്യയെ വെട്ടിനുറുക്കി കുക്കറിലിട്ട് കറി വെച്ചു എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നതിൻ്റെ തൊട്ട് മുൻ ദിവസം ഹൈദരാബാദിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ തലേ ദിവസം വരെ സംസാരിച്ച് ചിരിച്ചിട്ടുള്ള മനുഷ്യരായിരിക്കാം അത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് അത്രയേറെ ക്രൂരമായ ഒരാളായി മനുഷ്യർക്ക് സ്നേഹത്തിനിടയിൽ, ജീവിതത്തിനിടയിൽ, ദാമ്പത്യത്തിനിടയിൽ മാറാൻ കഴിയുന്നത് എന്ന് ഒരു മനഃശാസ്ത്രജ്ഞ എന്ന നിലയിൽ, സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ടീച്ചറിൻ്റെ ഒരു നിലപാട്? വളരെ കുഴക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ കുറേ സമയം ഞെട്ടിയിരിക്കണോ അതോ ഇതിന് മറുപടി പറയണോ എന്നുള്ളൊരു മാനുഷിക ഒരു പൊസിഷനും എടുക്കണം. അതേസമയം നമ്മൾ കുറച്ച് സൈദ്ധാന്തികമായി പോവുകയും വേണം. ഈ പ്രണയവും അല്ലെങ്കിൽ പകയും ഇത് രണ്ടും വളരെ പ്രൈവറ്റായി നടക്കുന്ന കാര്യങ്ങളാണ്, വളരെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. ജയശ്രീ ടീച്ചർ പറഞ്ഞു, പല ആളുകളുടെയും അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പെണ്ണിങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നു എന്നുള്ള പല ആളുകളും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ഇടപെടൽ വളരെ പ്രൈവറ്റൈസ്ഡ് ആണ്. ഇതിപ്പോൾ നമ്മുടെ വീടകങ്ങൾ പോലെയാണ്. നമ്മുടെ കോവിഡ് സമയത്ത് വീടിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിഞ്ഞത് പത്രത്തിൽ വന്ന വയലൻസിലൂടെയാണ്, കുട്ടികളുടെ ആത്മഹത്യയിലൂടെയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ലൈഫിൻ്റെ അകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അവിടെ പിടിവലികൾ ഉണ്ടാവുന്നു, അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു, ഇതെല്ലാം നമ്മൾ അറിയുന്നത് ഈ പറയുന്ന ഒരൊറ്റ അക്രമത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഒരിക്കലും അത് ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ടോ ഉണ്ടാവുന്നതേ അല്ല. എനിക്കിതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ആരെയും പഠിപ്പിച്ച് തരുന്നില്ല. പ്രണയിക്കാൻ പാടില്ല, അല്ലേ? പ്രണയം എന്ന് പറയുന്നത് മൂടി വെക്കേണ്ട ഒരു കാര്യമാണ്. പ്രണയിക്കാനേ പാടില്ല. അത് വീട്ടിലറിഞ്ഞാൽ പ്രശ്നം, സ്കൂളുകളിലോ ഓഫീസിലോ കോളേജിലോ അറിഞ്ഞാൽ പ്രശ്നം. അപ്പം ഒരിക്കലും നമ്മൾ പ്രണയം എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സംസ്കാരത്തിൽ നമ്മളൊരു രണ്ട് പൊസിഷൻ എപ്പോഴും എടുക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരേ സമയം നമ്മൾ പകയിൽ പൊതുസമൂഹം ഞെട്ടുകയും അതേസമയം അവർ പ്രണയിക്കാൻ പാടുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തെപ്പറ്റി മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ചോദ്യം ചെയ്യരുതാത്ത ഒരു കാര്യമായിട്ട് പ്രണയം നടക്കുകയും, അപ്പോൾ നമ്മൾ പകയിൽ ഞെട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രണയത്തെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുസമൂഹം എന്ന് വെച്ചാൽ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ ആളുകളും പ്രണയത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കതിനുള്ള ഇടം കൊടുക്കുന്നില്ല? ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പം തന്നെ ഈ കുട്ടി കണ്ടുവരുന്ന ഒരുപാട് മോഡലുകൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ കുടുംബത്തിലാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയാണ്, കാർട്ടൂണുകളിലൂടെയാണ്, ഇപ്പോൾ വീഡിയോ ഗെയിംസിലൂടെയൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ വളർച്ചയിൽ ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ സിതാര മാഡം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. ഭാവനാ ലോകത്ത് നമുക്ക് പ്രണയത്തിന് ഭയങ്കര ഒരു സെല്ലിങ് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലേ? വിൽപ്പന ചരക്കാണ് പ്രണയം. പ്രേമനഗരത്തിൻ്റെ ബെസ്റ്റ് സെല്ലറാണ് ഇരിക്കുന്നത്. അതൊരു വിൽപ്പന ചരക്കാണ്. അപ്പോൾ പുറം ലോകത്തിൽ ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന, അല്ലെ, നമ്മൾ പ്രണയമില്ലാത്ത സിനിമകൾ മുഖ്യധാരയിൽ ഇല്ല. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയാലും ഡോക്യുമെൻ്ററി, പ്രണയം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാവുള്ളൂ, അല്ലേ? ജോൺസൺ മാഷും കട്ടൻ ചായയും മഴയെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പ്രണയം ഉണ്ടാവണം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു മനോലോകം അല്ലെങ്കിൽ ഒരു ഇന്നർ വേൾഡിൻ്റെ അകത്ത് നമ്മളിതിനെ ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഈ പ്രണയത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേരെയും അതിഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പക്ഷേ ജെൻഡർ ഉണ്ടാവാം, ഈ പറയുന്ന മത, ജാതി, സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ടാവാം, മറ്റു പലതും ഉണ്ടാവാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിഫ് അല്ലെങ്കിൽ ഒരു ടഫ്നെസ്, ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മ ഇവരുടെ ബന്ധങ്ങളിൽ അതിഭയങ്കരമായിട്ട് വരുന്നു എന്ന് കാണാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്നുകിൽ നമ്മൾ സമൂഹത്തിലെ മുഴുവൻ ഒരു വ്യത്യാസം, മാനസിക മാറ്റങ്ങളെക്കുറിച്ച് ഉള്ള പഠനത്തിലൂടെ വേണം അതിനെ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വളരെ ബയസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ കാണുന്നു എന്നും പറയാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ മനഃശാസ്ത്രത്തിൽ ഇപ്പോൾ സൈക്കോ അനാലിസിസ് പറയുന്നുണ്ട്, അബോധ മനസ്സിൻ്റെ
ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അബോധം കൊണ്ടാണ് പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ക്ലിക്ക് തോന്നുന്നു അല്ലേ, ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു, അത് ഒരിക്കലും ഇല്ലാത്ത അല്ലേ ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ പുറമേ നിന്നുള്ളൊരു കാര്യമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് പറയുന്നത്. ഇപ്പോൾ ബിഹേവിയറിസത്തിൻ്റെ തിയറി പറയുന്നത് ഒരുപാട് മോഡലിംഗ് അല്ലെങ്കിൽ പഠനങ്ങൾ കാഴ്ചയിലൂടെ അല്ലേ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെയാണ് കാണുന്നത്, സിനിമകളിലൂടെയുമൊക്കെയാണ് കാണുന്നത്. പക്ഷേ എക്സിസ്റ്റൻഷ്യലിസം പറയുന്നത് അതിജീവനത്തിന് അല്ലെങ്കിൽ എന്താ ഒരാളുടെ നിലനിൽപ്പിന് നമുക്ക് പ്രണയം കൂടിയേ തീരൂ. അങ്ങനെ പല സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ എന്തു വന്നാലും ഈ നടക്കുന്നത് കേരളത്തിലായതുകൊണ്ട് ഒരു പക്ഷേ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ക്യാൻവാസിലായതുകൊണ്ട് നമുക്കതിൻ്റെ സാമൂഹിക പശ്ചാത്തലം കൂടെ മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ നമ്മൾ എല്ലാവരും പെടും, നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് ഭാവനാലോകത്തിലുള്ള ഒരു പ്രണയവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എനിക്കൊന്നൊരു എഴുത്തുകാരി എന്നതിൽ കൂടുതൽ അത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. അതിനോടൊപ്പം തന്നെ ഈ അഗ്നി എന്ന കഥ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ലൈംഗിക അധികാരത്തെ ആകെ ഉടച്ചു കളയുന്ന ഒരു അധികാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കഥ കൂടിയായിരുന്നു അത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അത് വായിക്കുമ്പോഴും ഇന്നിൻ്റെ കഥ തന്നെയാണല്ലോ, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത്തരം അധികാര സ്വഭാവങ്ങളിലൊന്നും. അപ്പോൾ അതുകൂടി ആ കഥ കൂടി ചേർത്തുകൊണ്ട് അതിന് ശേഷമുള്ള ഉള്ള കഥകൾ പിന്നീടുള്ള കഥകളായാലും ഒക്കെ അതിനെ കൂടി ചേർത്തുകൊണ്ട് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർക്ക് സ്നേഹം, നമസ്കാരം. പ്രണയപ്പക എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ വിഷയം. നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ച ഷാഹിന എവിടെയോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രണയപ്പക എന്നുള്ള ആ ഒരു കോയിനേജ്, ആ ഒരു വാക്ക് പത്രപ്രവർത്തകരുടെ സൃഷ്ടിയാണ് എന്ന് ഷാഹിന പറഞ്ഞത് ഓർക്കുന്നു. അത് പ്രണയമൊന്നുമല്ല, അത് അധികാരത്തിൻ്റെ അഹന്തയുടെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്ന് ഉള്ളതാണ് സത്യം. പ്രണയപ്പക എന്ന ഒരു വാക്ക് അത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ പ്രണയമില്ല, അത് ആട്ടിൻ തോലിൻ്റെ കുപ്പായമിട്ട ഒരു വിധ്വംസക വാക്കാണത് ഈ പ്രണയപ്പക എന്നുള്ളത്. കാരണം പ്രണയം ഉണ്ടെങ്കിൽ ഒരിക്കലും ഓഫ് കോഴ്സ് അതിൻ്റെ ബേസിക് റീസൺസിൽ ഒന്നായിട്ട് പ്രണയം ഉണ്ടാവുമായിരിക്കാം. പക അല്ലെങ്കിൽ അസൂയ, ഈ ലൈംഗിക അസൂയ അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന അസൂയകൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ലൈൻ കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പ്രണയം അല്ല. അതുകൊണ്ട് തന്നെ പ്രണയപ്പക എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നതിലൂടെ പ്രണയത്തെ തന്നെ അപമാനിക്കുന്നത് പോലെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നി എന്നൊരു കഥ എഴുതുകയുണ്ടായി. കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അതിലെ നായിക. അതിൽ അവൾക്ക് അവളുടേതായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളായിരുന്നു തൻ്റെ നേർക്കുണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമണത്തിന് നേർക്ക് ഒരു പെൺകുട്ടി നടത്തിയിട്ടുള്ള. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്ന് പോലും എനിക്കറിയാതിരുന്ന അന്ന് എഴുതുമ്പോൾ 3 പേരോട് 3 രീതിയിലുള്ള പ്രതികാരം എന്ന് ഞാൻ പറയുന്നില്ല, പ്രതികരണങ്ങൾ ആയിരുന്നു. അതിൽ ഒരാളോട് അവൾ പറയുന്നത്, അയാൾ പിന്നീട് ബലാത്സംഗം ചെയ്തതിന് ശേഷം അവളെ കാണുമ്പോൾ ആ ഒരു വ്യക്തി ഇവളോട് ചോദിക്കുകയാണ് ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ നായിക പ്രിയ എന്ന പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ ഒട്ടും പോരായിരുന്നു, ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്കാവുമെന്ന് തോന്നുന്നില്ല എന്ന്. അത് ഒരു തരത്തിൽ അവളുടെ ഒരു പ്രതികരണമായിരുന്നു അത്. അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത് എഴുതിയപ്പോൾ അത് പല രീതിയിലും വായിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ ഒരുപാട് വിമർശിച്ചവരുണ്ട്, അതിനെ നെഞ്ചിലേറ്റിയവരുമുണ്ട്. ഇന്നും ആ കഥയുടെ പേരിൽ എനിക്ക് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും ഒരുപോലെ നേടിത്തരുന്ന ഒരു കഥയാണ് അഗ്നി എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഒരു സ്ത്രീ അവൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അത് ഏത് രീതിയിലാണെങ്കിലും ബേസിക്കലി മിക്കവാറും എപ്പോഴും ഈ പറയുന്ന പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതിൻ്റെ ബേസിക് റീസൺസിൽ ചിലത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിലുണ്ടാകുന്ന തനിക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളോട് ഒരു സ്ത്രീയുടെ നിൽപ്പുകളാണ് നമ്മൾ മിക്കവാറും എഴുത്തുകളിൽ കാണാറുള്ളത്, ലിറ്ററേച്ചറിൽ അതാണ് കാണാറുള്ളത്. കാരണം നമുക്ക് തകർന്നു പോയ വ്യക്തിപരമായി പറയാൻ തകർന്നു പോയ ഒരു പെൺകുട്ടിയെ പറ്റി എഴുതാനല്ല എനിക്കിഷ്ടം.
ഒരു തന്നോട് അല്ലെങ്കിൽ തൻ്റെ നേർക്ക് നീളുന്ന ഓരോ വിരലിനും, ഓരോ ചുണ്ടുവിരലിനും, ഓരോ മുഷ്ടിക്കും, ഓരോ എന്താ പറയുക അനാവശ്യമായ സ്പർശങ്ങൾക്കും നോട്ടങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരെ എഴുന്നേറ്റ് നിന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദ്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്കിഷ്ടം. ഒരുപക്ഷെ ഞാൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല വ്യക്തി ജീവിതത്തിൽ. പക്ഷേ എന്തെങ്കിലും എനിക്കങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ എണീച്ചു നിന്ന് അതിനോട് എൻ്റേതായ രീതിയിൽ, അത് പലർക്കും പല രീതിയിലായിരിക്കാം, എൻ്റേതായ രീതിയിൽ അത്തരത്തിലുള്ള അതിക്രമങ്ങളോട് പൊരുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്തരത്തിലുള്ള എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ എഴുത്തിലും കടന്നു വന്നിട്ടുള്ളത്. അഗ്നി എന്ന കഥയിലും ഒരുപക്ഷെ അതായിരുന്നു. അഗ്നി എന്ന കഥ തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾക്കുള്ള ഒരു കൈപ്പുസ്തകമല്ല. ഒരു പ്രത്യേക പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അതിനോട് അവൾ എങ്ങനെ പ്രതികരിച്ചു, അതിന് നേരെ എങ്ങനെ അവൾ എണീച്ചു നിന്നു എന്നുള്ളതായിരുന്നു അതിൽ ഞാൻ എഴുതാൻ ശ്രമിച്ചത്. അങ്ങനെ എണീച്ചു നിൽക്കാൻ കഴിയുന്ന സ്ത്രീകൾ സത്യമായിട്ടും വിരളമാണ്. ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനെ എണീച്ചു നിൽക്കാൻ കഴിയുന്ന സ്ത്രീകൾ വിരളമാണ്. എങ്കിലും സാഹിത്യത്തിൽ കൂടി അല്ലെങ്കിൽ എഴുത്തിൽ കൂടി നമുക്ക് കുറേയൊക്കെ നമുക്ക് ചില രീതിയിലുള്ള പോസിറ്റീവ് തോട്ട്സ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് സാഹിത്യത്തിൻ്റെ നിരവധി എന്താ പറയുക എയിംസിലൊന്ന് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കഥകളിലും എത്രത്തോളം ആക്രമിക്കപ്പെട്ടവളായാലും, എത്രത്തോളം അടിച്ചമർത്തപ്പെട്ടവളായാലും, എത്രത്തോളം സപ്രസ്ഡ് ആയ ഒരുവളായാലും, എത്രത്തോളം വിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരുവളാണെങ്കിലും ഒരു സ്ത്രീ അവസാനം ഒരു നന്മയുടെ തുണ്ടിലേക്ക് എണീച്ചു നിർത്തിക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ കഥകൾ എഴുതിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ മനഃപൂർവ്വമായി തന്നെ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അറ്റ്ലീസ്റ്റ് എൻ്റെ സാഹിത്യത്തിലെങ്കിലും അങ്ങനെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുതന്നെയാണ് ഈ പ്രണയപ്പകയുടെ കാര്യത്തിലും അതുതന്നെയാണ്. ആ ഒരു രീതിയാണ് ഞാൻ എഴുത്തിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പകയുള്ള ഒന്നിലും പ്രണയമില്ലെന്നും അത് പ്രണയമേ അല്ലെന്നുമാണ് സിതാരേച്ചി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാം വലിയ ആദർശവാദികളാണ്, നിഷ്കളങ്കമായും നിഷ്കാമമായൊക്കെ പ്രണയിക്കുന്നവരാണ്. നമ്മുടെ സാഹിത്യമൊക്കെ അങ്ങനെയാണ്, പ്രത്യക്ഷത്തിൽ നമ്മളൊക്കെ അങ്ങനെയാണ്. പക്ഷേ പരോക്ഷമായി പ്രണയത്തിലേക്കും ലൈംഗികതയിലേക്കും ഒക്കെ അങ്ങേയറ്റത്ത് ഒളിഞ്ഞു നോട്ടം നടത്തുന്ന ആളുകളുമാണ്. പുരോഗമവാദികളായിരിക്കും, നമ്മൾ വലിയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നവരായിരിക്കും, ആദർശവാദികളായിരിക്കും. പക്ഷേ യഥാർത്ഥ ഞാൻ ആര് എന്ന് സ്വയം ഓരോ മലയാളിയും നോക്കിയാൽ അങ്ങേയറ്റത്ത് ഒളിഞ്ഞു നോട്ടക്കാരുണ്ടാവും. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ദ്വന്ദ്വം നിരന്തരം പേറുന്ന ആളുകളാണ് പലരും, ഭൂരിപക്ഷവും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു നോക്കി കാണുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു പോയിൻ്റാണത്. അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇപ്പോൾ സിതാര പറയുമ്പോൾ പ്രണയിക്കുന്നവർക്ക് പകയുണ്ടാവില്ല, അതായത് രണ്ടും ഓപ്പോസിറ്റായിട്ടുള്ള ദ്വന്ദ്വമാണെന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിന് നമ്മൾ കൈയടിക്കുന്നു. അതായത് ഈ ദ്വന്ദ്വമായിട്ടാണോ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയം. നേരത്തെ ടിസി പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മളിത് കണ്ട് ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ഒരു ചരക്കാണിത്. വെച്ചാൽ നമ്മൾ അങ്ങനെ കണ്ടീഷൻഡാണ്. നമ്മൾ 1000 കോടി ക്ലബിലേക്ക് പോകുന്ന സിനിമകൾ നോക്കുക. ഇത് എന്തുകൊണ്ട് 1000 കോടി 2000 കോടിയിലേക്ക് പോകുന്നത്? അത് നമുക്ക് കാണാൻ ഇഷ്ടമാണ് എന്നുള്ള, അല്ലെങ്കിൽ ആളുകളുടെ ഇത്തരം ദൗർബല്യത്തെ, വികാരപരമായിട്ടുള്ള ദൗർബല്യത്തെയാണ് ആ സിനിമകൾ ചൂഷണം എന്നുള്ള വാക്ക് ശരി എനിക്കറിയില്ല, പക്ഷേ വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് വിചാരിക്കുന്നത്, ഐഡിയലായിട്ടുള്ളൊരു പ്രണയമുണ്ട് അവിടെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാൽപ്പനികമായിട്ടുള്ള ഒരു പ്രണയം എവിടെയോ ഉണ്ട്. അത് നമുക്കില്ല, നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് സിനിമയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള തരത്തിലാണ്. അതിൻ്റെ വളരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദ്വേഷം, പകയെന്നൊക്കെ പറയുന്നത്. പകയെന്ന് പറയുന്നത് എക്സ്ട്രീമായിട്ട് വരുന്ന അതിൻ്റെ ഒരു പത്തോളജിയാണ്, ശരിയാണ്. പക്ഷേ ഈ അസൂയ എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞ പോയിൻ്റാണ് വീണ്ടും പറയുന്നത്, ഈ അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടാവില്ലേ? നമ്മൾ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് വീട്ടിൽ പോയിട്ട്, ഇപ്പോൾ ആലോചിച്ചില്ലെങ്കിലും വീട്ടിൽ പോയി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പ്രണയമുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രണയമില്ല വിവാഹം ആയിക്കൊള്ളട്ടെ, നമുക്കൊരു ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടൊരു പൊസിഷൻ, അവർ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു അസൂയ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ലേ?
അപ്പോൾ അതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല, അതിൻ്റെ പല പല വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ വേറൊന്ന് ടിസി പറഞ്ഞൊരു കാര്യം കൂടി പറയാനുള്ളത്, ഓപ്പൺ ആകില്ല. നമ്മളത് ഈ പ്രണയം എല്ലാവരും പോയി സിനിമ കാണുന്നു, കൈയടിക്കുന്നു, നമ്മൾ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആഘോഷമാക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലൊരാൾ പ്രണയിച്ചാൽ, നമ്മുടെ ഏറ്റവും അടുത്ത് അധ്യാപകരാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളൊരാൾ പ്രണയിച്ചാൽ അപ്പോൾ സംഭവം മാറും. ഇത് നമുക്ക് സിനിമയിൽ കാണാനുള്ളതാണ്, സാഹിത്യത്തിൽ വായിക്കാനുള്ളതാണ്, കൈയടിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ? അങ്ങനെ തയ്യാറാകണമെങ്കിൽ നമ്മളിതൊരു യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കണം. ഭാവനയിൽ മാത്രമല്ല ഉള്ളത്, യാഥാർത്ഥ്യത്തിലുള്ളതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നോക്കണം, നമുക്ക് എത്രത്തോളം ഉണ്ട്. ആ ഒരു യാഥാർത്ഥ്യത്തിൽ എത്തിയാൽ മാത്രമേ നമുക്കിത് എങ്ങനെ നിയന്ത്രിക്കണം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിൽ പെടുന്ന കുട്ടികൾ നമ്മൾ കാണുകയാണ്, പ്രണയിച്ചുകൊണ്ടിരുന്നവർ ഈ പറഞ്ഞ വെട്ടിക്കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു. ഇന്നലെ വരെ പ്രണയിച്ചുകൊണ്ടിരുന്ന അവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല. നമുക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാൻ എളുപ്പമാണ്. അവർക്ക് നിയന്ത്രണം വിട്ടുപോകുന്ന ആ മനസ്സിൻ്റെ തലം എവിടെയാണ്? അതിനെ നമുക്ക് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കണമെങ്കിൽ ഇത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബയോളജിക്കൽ ബേസിസ് എന്താണുള്ളത്, എൻ്റെ മാനസികമായിട്ടുള്ള തലം എന്താണ്, സാമൂഹ്യമായ തലങ്ങൾ എന്താണ്, ഇതിനെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഒന്ന് പ്രണയത്തിനെ നമ്മൾ തുറന്നു വിടുക, ഒന്ന് ഓപ്പണായിട്ട് നമ്മൾ നോക്കുക, ഓപ്പണായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. മുതിർന്നവരാണെങ്കിൽ നമുക്കതിന് അവസരം കിട്ടിയിട്ടില്ലായിരിക്കും, ആയിക്കൊള്ളട്ടെ, അതും നമ്മുടെ ഉള്ളിലൊരു വിഷമമായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇനിയെങ്കിലും നമ്മളതിനെ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങൾ തുറന്നു കൊടുക്കുക. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഫീൽ ചെയ്തോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറയുകയാണ്, ഞാൻ പ്രണയിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായ അസൂയ ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ, ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ നിയന്ത്രിക്കും. അത് എൻ്റെ പങ്കാളി ആരാണെങ്കിലും ആ സമയത്ത് പ്രണയിക്കുന്ന ആളെ നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത്? നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാൻ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലോ. മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കേണ്ട, പ്രണയത്തെക്കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം അവിടെയാണുള്ളത്. പ്രണയത്തെയും ലൈംഗികതയെയും കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ടാണ്. വെച്ചാൽ എങ്ങനെ മറ്റേ ആളെ നമുക്ക് ബഹുമാനിക്കാം, മറ്റേ ആളിൻ്റെ ബൗണ്ടറി എന്താണ്, അവരുടെ സ്വകാര്യത എന്താണ്, അവരുടെ സ്വകാര്യ സ്പേസ് എന്താണ്, ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇതെല്ലാം വളരെ കാൽപ്പനികമായിട്ട് കാണുന്നു, സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് കൈയടിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നോക്കുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്കതിനെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോൾ ഇതിൻ്റെ അസൂയ ഉണ്ടാകുമെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ പറ്റണം. ആ അസൂയയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അതിനെ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തു പോയി അതൊരു ദേഷ്യമായിട്ട്, അതൊരു പകയായിട്ട് വന്നിട്ട് മറ്റേ ആളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ അതിനെ നമുക്ക് സ്വയം തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനും പറ്റണം എന്നുള്ളതാണ്. അതിനുള്ള കപ്പാസിറ്റി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിനുള്ള പരിശീലനം നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം. കേരളമൊക്കെ ആ ഒരു മെച്ചുറായ അവസ്ഥയിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊക്കെ പാകപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളൊരു സമൂഹമാണ് കേരളം. പക്ഷേ ഇപ്പോഴും നമ്മളതിന് തയ്യാറാവുന്നില്ല എന്നുള്ള, കുറേശ്ശെ മാറി വരുന്നുണ്ട്, ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ച് പഠിക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. അതിന് സൈക്കോളജിക്ക് വലിയൊരു റോളുണ്ട്. നമ്മൾ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. പക്ഷേ ആ സൈക്കോളജി പഠിക്കുമ്പോഴും നമ്മുടെ റിയാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ, നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ, വയലൻസ് വളരെ കൂടുകയാണ്. ഇത് മാത്രമല്ല, പ്രണയപ്പക മാത്രമാണോ നമ്മൾ കാണുന്നില്ല? ദിവസവും മകൻ അമ്മയെ കൊന്ന ഒരു കേസ് അടുത്ത് വന്നു, വീട്ടിലുള്ളവരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു, വയലൻസ് പൊതുവെ കൂടുന്നു. ഇതൊക്കെ തന്നെ നമുക്ക് സ്വയം തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കണമെങ്കിൽ പലതും സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അത് നമ്മൾ ഒട്ടും ഓപ്പണല്ല. ഈ പറഞ്ഞതുപോലെ ഒരു കാപട്യം നമ്മൾ മുന്നിൽ വയ്ക്കുകയാണ്. ഇത് പ്രണയം എന്ന് പറഞ്ഞാൽ ആർക്കോ എവിടെയോ ചെയ്യാനുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, കാൽപ്പനികമായിട്ട് അതിഭാവുകത്വത്തോടുകൂടി കാണുക എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി നമ്മളതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള. അതുപോലെ നമ്മൾ സിനിമയിലൊക്കെ എപ്പോഴും കാണുന്നത് ആണും പെണ്ണും തമ്മിലുള്ള പ്രണയം മാത്രമാണ്.
അപ്പോൾ അങ്ങനെ അല്ലാത്ത പ്രണയങ്ങളെ നമ്മൾ അതിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആണും പെണ്ണും തമ്മിൽ മാത്രമാണോ പ്രണയം? ഇതാണോ പ്രണയം? ഈ സ്ക്രീനിൽ കാണുന്നതാണോ പ്രണയം? ജീവിതത്തിൽ നമുക്ക് പ്രണയം ഇല്ലേ? വേണ്ടേ? നമുക്ക് പ്രണയം വേണ്ടേ? ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഈ മനുഷ്യർക്ക് അവരവരുടേതായ ഇടങ്ങൾ വിട്ട് നൽകണം എന്നുള്ളതാണ് ജയശ്രീ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആൺപെൺ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പ്രണയത്തെക്കുറിച്ചും പറഞ്ഞു. അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. അപ്പം വിവാഹ ബന്ധങ്ങളിൽ പോലും, പ്രത്യേകിച്ച് പുനർവിവാഹങ്ങളിൽ പോലും അങ്ങേയറ്റത്തെ പകയും അസൂയും ഒക്കെ വെച്ച് പുലർത്തുന്നതായി നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നടനെന്നോ എഴുത്തുകാരെന്നോ അങ്ങനെ ഒന്നും വ്യത്യാസമില്ല. ഇപ്പോൾ ചെമ്പം വിനോദൊക്കെ കല്യാണം കഴിഞ്ഞ പോസ്റ്റ് ഇട്ട സമയത്ത് എത്ര അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സീരിയൽ നായിക പുനർവിവാഹം ചെയ്ത സമയത്ത് അതിഭീകരമായ സോഷ്യൽ മീഡിയ ആക്രമണം അവർക്ക് നേരെ ഉണ്ടായി. അപ്പം നമ്മളിതൊക്കെ പറയുമെങ്കിലും പ്രണയത്തിന് നമ്മളൊരു പ്രായം വെച്ചിട്ടുണ്ട്, വിവാഹത്തിനൊരു പ്രായം വെച്ചിട്ടുണ്ട്, രതിക്കൊരു പ്രായം വെച്ചിട്ടുണ്ട്. അതിനെ ലംഘിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രത്യക്ഷമായ ആക്രമണം തന്നെ അതിനെ വെക്കുന്നു. അതിനപ്പുറത്തൊരു ലെസ്ബിയൻ, ഗേ ഇവരൊക്കെ പ്രണയിക്കുക, വിവാഹം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രശ്നമായി ഇപ്പോഴും ഈ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രശ്നമായി കാണുന്നൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്? പലതരം വിഷയങ്ങളാണ് വിനീഷ് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു അധ്യാപിക കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസും ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ക്ലാസ്സിൽ വരാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു, അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം, മാർക്ക് വളരെ അധികം കുറയുന്ന, ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് പതുക്കെ വരുമ്പോൾ മാർക്ക് കുറയുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുക, എന്താണ് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ആദ്യമൊന്നും അവർ പറയാൻ തയ്യാറാവില്ല. പതുക്കെയാണ് പരാജയപ്പെട്ട ഈ വിജയം പരാജയം പ്രണയത്തിൽ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ പ്രണയത്തിൽ വിജയിക്കുക, പരാജയിക്കുക? ഇതൊരു ടെസ്റ്റോ പരീക്ഷയോ വല്ലതും ആണോ എന്നുള്ളത് ചോദ്യമാണ്. അപ്പോൾ ഈ പ്രണയത്തിൻ്റെ നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്ന വാക്കാണ് ലവ് ഫെയിലിയർ എന്നുള്ളത്. മാം ഞാൻ പോയി മാം, പൊട്ടി, ബ്രേക്കപ്പായി, എന്ത് ചെയ്യണമെന്നറിയില്ല, ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഇനിഷ്യലി കുറച്ച് ടെക്നിക്സ് ഒക്കെ വെച്ച് അവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ തുടർച്ചയായിട്ട് കണ്ടുവന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ, എന്താണ് നമുക്ക് വേണ്ടതെന്ന് നമുക്കറിയില്ല, നമ്മൾ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ഏത് തരം പാർട്ട്ണറെയാണ്, അല്ലെങ്കിൽ ഒരു കാമുകനെയാണോ കാമുകിയാണോ വേണ്ടെന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സോ നമ്മുടെ ചുറ്റുവട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള എവിടെയെങ്കിലും ആരെങ്കിലും, എല്ലാവർക്കും ഉണ്ട് എങ്കിൽ എനിക്കും, കമ്പാരിസൺ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കാരണം. താരതമ്യപ്പെട്ട് അപ്പോൾ ടീച്ചർ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം എനിക്ക് അതേപോലെ, അല്ലെങ്കിൽ എനിക്ക് ഇവരെ പോലെ, അല്ലെങ്കിൽ സിനിമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ എനിക്ക് അതുപോലെയുള്ള ഒരു ഐഡിയൽ അല്ലേ പ്രണയം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതൊന്നും എനിക്ക് പോരാ എന്നുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷനെ എപ്പോഴും റീൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കണ്ടൻറ്റ് നമ്മുടെ ചുറ്റും വരുന്നുണ്ട്. ഇതൊന്നുമല്ല, നമ്മളീ കാണുന്നതൊന്നുമല്ല ജീവിതം, മറ്റെന്തോ അതിൻ്റെ പുറത്ത് വരാനുണ്ട്. അത് കൊണ്ടുതരാൻ ഈ വാക്ക് സോൾമേറ്റ് എന്നുള്ള വാക്ക് തന്നെ പ്രശ്നമുള്ളതാണ്. എന്താണ് നമ്മുടെ നീഡ്സ്, സോൾ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ആത്മാവിന് വേണ്ടതെന്നുള്ളത് മെയ്റ്റ് അല്ല കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്, നമ്മൾ തന്നെയാണ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾ നമ്മുടെ ലൈഫിൽ നിന്ന് പുറത്ത് പോയി കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന ശൂന്യത, ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അതൊരു നല്ല ചാൻസ് ആണ്. നിങ്ങൾക്ക് പണി കിട്ടി. അപ്പോൾ നിങ്ങൾ ഇനി ഇരുന്ന് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ആ ഒരു അവസ്ഥയെ അതാണ് ഈ പറയുന്ന വെച്ചപ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരുപക്ഷെ നല്ല കൂട്ടുകാരുണ്ട്, പ്രണയത്തിലകപ്പെട്ട് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ പ്രണയം അന്ധമാണെന്നൊക്കെ പറയുമ്പോഴേക്കും മറ്റു കൂട്ടുകാരും മറ്റ് നെറ്റ്വർക്ക്സിനെല്ലാം നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമ്മൾ ഒരൊറ്റ തുരുത്തായി മാറും. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടെ ആരുമില്ല, ഞാൻ എവിടെയാണ് എന്താണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രിവിലേജസ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിശേഷാധികാരങ്ങൾ എന്ന് പറയും, ഉണ്ട്. നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് ഫോണുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണമുണ്ട്, മേൽക്കൂരയുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രിവിലേജ്ഡ് ആണ്. പക്ഷേ എന്നിട്ടൊന്നും പോരാത്ത ഈ പറയുന്ന പോലത്തെ ഒരു നീഡ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് വേറൊരാൾ കണ്ടുപിടിച്ച് കൊണ്ടുവരാനേ ഉള്ളതല്ല, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യൂർ പ്രണയങ്ങളെ പറ്റി ബിനീഷ് സംസാരിക്കുകയുണ്ടായി. ജെൻഡർ ഒരു വളരെ പ്രധാനപ്പെട്ട റോളാണ് ഇതിൽ വഹിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള പേട്രിയാർക്കൽ നോംസിനെ അതേപോലെ പിന്തുടരാൻ പ്രണയത്തിലും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്.
അതായത് ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേർ തമ്മിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ബില്ല് കൊടുക്കേണ്ടത് ആരാണ്? കാമുകനാണ് അല്ലേ? അല്ലെങ്കിൽ പ്രണയം ആദ്യം പറയേണ്ടത് കാമുകനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നോം, നമ്മൾ അലിഖിതമായൊരു നോമുണ്ട്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്തത് പുരുഷനായിരിക്കുകയും അതിനെ അനുഭവിക്കുകയും മിണ്ടാതിരിക്കുകയും കരയുകയും ചെയ്യേണ്ടത് സ്ത്രീ ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പകയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു മേർഡർ എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഈ പലപ്പോഴും ഒരു വയലൻസിനെ എക്സിക്യൂട്ട് ചെയ്ത് ഒരാളെ കൊലപ്പെടുത്തുന്നത് കൂടുതലും പുരുഷന്മാരാണ്. നമ്പർ കൂടുതലും പുരുഷന്മാരാണ്. അപ്പോൾ സ്ത്രീകൾ എന്താണ് ഈ പറയുന്ന ഒരു ശൂന്യതയെ നേരിടുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ഉള്ളിലേക്കാണ് അവരെടുക്കുക. ഇൻറ്റേർണൽ അഗ്രഷനാണ്. അത് അവരുടെ പഠനത്തെ ബാധിക്കും, വിശപ്പിനെ ബാധിക്കും, ഉറക്കത്തെ ബാധിക്കും, മറ്റു പല ബന്ധങ്ങളെയും ബാധിക്കും. ഒരുപക്ഷെ ആത്മഹത്യയിൽ തന്നെ എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ക്യൂറിൻ്റെ കാര്യം, ക്യൂർ ആളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്യൂറിൽ എത്ര പേര് ഈ പറയുന്ന സോകോൾഡ് പ്രണയ പക കൊണ്ട് മരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുണ്ടാവില്ല ഒരു പങ്കാളി മറ്റൊരു പങ്കാളിയെ കൊലപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ കേൾക്കുന്നതെല്ലാം ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യകളാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അഗ്രഷനാണ്. അവർക്ക് എന്താണ്, അവർക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഹോമോഫോബിക്കോ ക്യൂർ ഫോബിക്കോ ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളെല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരുടെ ഒരു എക്സിസ്റ്റൻസിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, പ്രണയത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ക്യൂർ ലവ് പ്രമേയമായിട്ടുള്ള സിനിമകൾ നമുക്കില്ല, പാട്ടുകളില്ല, പുസ്തകങ്ങൾ സെല്ല് ചെയ്യപ്പെടുന്നില്ല. അവിടെ ഇവിടെയും ഒന്നോ രണ്ടോ ഒക്കെ കാണുമായിരിക്കും, പക്ഷെ അതിനെ ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ കൊണ്ട് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പ്രശ്നങ്ങളുമായി വരുന്ന ആളുകളാണ് കൂടുതൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അപ്പോൾ ഒരു നല്ല പ്രണയത്തെ അല്ലെങ്കിൽ എന്താ പറയണേ, ഒരു ആരോഗ്യപരമായ ഒരു പ്രണയം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നുന്നത് പൊതുവിദ്യാഭ്യാസത്തിലോ, മാഡം സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ ധാരാളം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ ഇതിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ സിതാര മാഡം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എഴുത്തിലാവട്ടെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുത്തുക, എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ തന്നെ ഒരു ബന്ധത്തിന് പ്രിപ്പയർ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഫോർമലൈസ് ചെയ്താലേ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു സംസാരം തന്നെ സാധ്യമാകുന്നതാണ്. ടീച്ചർ അതിൻ്റെ ഒരു പരിഹാരത്തെ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ സോൾമേറ്റിൻ്റെ നിർവചനമൊക്കെ പറഞ്ഞു. അതുപോലെ നമുക്ക് ധാരാളം നിർവചനങ്ങൾ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ ബെസ്റ്റി എന്നുള്ളതുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നു, സ്വതന്ത്രമായ ഇടപെടലൊക്കെ സാധ്യമാകുന്നു. അപ്പോഴും പ്രണയ കൊലപാതകങ്ങൾ നടക്കുന്നു. സാഹിത്യത്തിൽ നമ്മൾ നോക്കുക, സാഹിത്യത്തിൽ നമ്മൾ മാംസനിബദ്ധമല്ല രാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ആദർശവൽക്കരിച്ചിട്ടുണ്ട്. അതിനെ മറികടക്കുമ്പോൾ അത് സാഹിത്യത്തെ തന്നെ കൊലപാതകം ചെയ്യുന്ന ഒന്നായിട്ട് കാണുന്നത് ഇന്നും ഇപ്പോൾ എനിക്ക് തന്നെ വ്യക്തിപരമായി എഴുതുന്ന സമയത്ത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹിത്യം പോലും നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഈ സത്യത്തിൽ ഇങ്ങനൊരു കൊലപാതകങ്ങളുടെ ഒക്കെ ഒരു ന്യായീകരണ സമൂഹമായി നമ്മൾ മാറുമല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ നന്നായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറ സാഹിത്യത്തോട് താല്പര്യമുള്ളവരാണ്. കുറേ കൂടി നന്നായിട്ട് പ്രണയത്തെയും പ്രണയം ഇല്ലാതാവുമ്പോഴുള്ള ഇവിടെ ടിസി പറഞ്ഞ ആ ശൂന്യതയൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് മുതിർന്നവരിൽ അല്പം കൂടി ഇമോഷണലായി ചിന്തിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ കണ്ടിട്ടുള്ളവർ 40കളിലും ഒക്കെ ഉള്ള കപ്പിൾസ്, അവർ എൻ്റെ അടുത്ത് പറയാറുണ്ട്. എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരി, അവൾ എൻ്റെ അടുത്ത് പറയും, അവൾ പ്രണയിക്കുന്ന ആൾ ഭയങ്കരമായ പൊസസീവായിട്ട് അയാൾ പറയുന്നത് എൻ്റെ പ്രണയത്തിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ പൊസസീവ് ആകുന്നത് എന്നാണ്. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഇതൊക്കെ നടക്കുന്നതാണോ എന്നൊക്കെ തോന്നിപ്പോവും. കാരണം അയാൾ പറയുന്നത്, നീ ഒരു ഇരുട്ടുമുറിയിൽ ജീവിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം, കാരണം നിന്നെ സൂര്യൻ തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള പൊസസീവ്നെസ് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ ശരിക്കും ഉണ്ടോ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരിയോട് ഞാൻ ചോദിക്കാറുണ്ട്, നീ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത് എന്തിന്? അവൾക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവൾക്ക്
സ്വന്തം കുടുംബത്തെ മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല, സ്വന്തം മക്കളോട് പോലും അധികം സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, കൂടെയുള്ള ഒരാളുടെ കൂടെ പോയി ചായ കുടിക്കാൻ പറ്റും, അങ്ങനെയുള്ള നിരവധി എന്താ പറയുക അടിച്ചമർത്തലുകളൊക്കെ നേരിട്ടും അവൾ ഇപ്പോഴും ആ പ്രണയബന്ധത്തിൽ, അത് പ്രണയബന്ധം എന്ന് വിളിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല, തുടരുന്ന എന്തുകൂടെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് അത്രയും എന്നെ പ്രേമിക്കുന്നതുകൊണ്ടല്ലേ. ഒരു പ്രാവശ്യം ഇട്ട് തലക്കൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്തു, അയാൾ കല്ല് കെട്ടി ഇടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്തിനാണ് സഹിക്കുന്നത്, ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, എന്തിനാണ് സഹിക്കുന്നത്, ഇത് പ്രണയമല്ല. അപ്പോൾ അവൾ പറയുന്നത്, അല്ല എന്നോട് മാത്രമല്ലേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, എന്നോട് അത്രയും സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി 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 നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇതൊക്കെ റിയൽ ആണോ. അപ്പോൾ സാഹിത്യത്തിൽ നമ്മൾ റിയൽ ലൈഫിലുള്ള അത്തരം ഇൻസിഡൻസ് എഴുതുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരാറുണ്ട്. ഇതൊക്കെ നടക്കുന്നതാണ്, എങ്ങനെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടോ, ഈ തരത്തിലുള്ള അട്രോസിറ്റീസ് നടക്കുന്നുണ്ടോ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ് സാഹിത്യത്തിലും വരുന്നത് എന്നുള്ളതാണ് സത്യം. ഈയിടെ ഒരു രണ്ട് സ്ത്രീകളുടെ ഒരു കഥ എഴുതുകയുണ്ടായി, അവളും ഞാനും എന്ന പേരിൽ എഴുതിയൊരു കഥയാണ്. അതിൽ ഈ പറഞ്ഞ അസൂയ ഒക്കെ പ്രതിപാദ്യമായിട്ടുള്ള ഒരു കഥയാണ്. ഒരേ പുരുഷനെ സ്നേഹിച്ചിരുന്ന രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, അങ്ങനെ ഒരു കഥയായിരുന്നു അത്. അതിൽ സ്ത്രീകളുടെ അസൂയയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകളുടെ ഇവിടെ ജയശ്രീ മാം ഒക്കെ പറയുന്നുണ്ടായി, സ്ത്രീകളുടെ അസൂയ കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ടുള്ള അസൂയകളാണ് സ്ത്രീകളുടെ. തൻ്റെ ഇണയുടെ തനിക്ക് സംശയമുണ്ടെന്ന് തോന്നുന്ന ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോയി തപ്പുക, അവിടെ അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക, സൂം ചെയ്ത് നോക്കുക, സൗന്ദര്യം എത്രത്തോളം ഉണ്ട്, തൻ്റെ എത്ര ഉണ്ടോ ഇല്ലേ, അങ്ങനെയൊക്കെ ഒരു പക്ഷേ നിരുപദ്രവകരമാണെന്ന് നമുക്ക് തോന്നുക. ആ രീതി അങ്ങനെയല്ലാത്ത എക്സെപ്ഷൻസ് ഉണ്ടാകാമില്ലെന്ന് പറയുന്നില്ല, പക്ഷേ പൊതുവേ അങ്ങനെയൊക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഒരു പുരുഷൻ്റെ അസൂയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അസൂയ ഉണ്ടാവാൻ ഒരു എന്താ പറയുക എളുപ്പമല്ലായിരിക്കും, പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര കത്തുന്ന രീതിയിൽ കീഴ്പ്പെടുത്തുക, ഇതുപോലെ നേരത്തെ പറഞ്ഞ സുഹൃത്തിൻ്റെ പോലെയുള്ള ജീവിതത്തെ തന്നെ ഇരുട്ടുമുറിയിൽ തളച്ചിടുന്ന രീതിയിൽ കൊണ്ടുപോവുകയും അത് പിന്നീട് വേറെ രീതിയിലുള്ള ഫിസിക്കൽ ആക്രമണങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും വേഷ് പറഞ്ഞ പോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഇതൊക്കെ നടക്കുന്നതാണോ, ഇതൊക്കെ എന്താണ്, ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് ജീവിതത്തിൽ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് 5 മിനിറ്റാണ് ക്ലോക്കിൽ കാണിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഓഡിയൻസിന് ഇടപെടാനുണ്ടാവും. അപ്പോൾ യോജിപ്പുകളോ ചോദ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടാവുന്നതാണ്. വളരെ നല്ലൊരു ഡിസ്കഷനായിരുന്നു. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയട്ടെ. ജയശ്രീ ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീക്കും പുരുഷനും പ്രണയപ്പക വ്യത്യാസമാണ്. അതായത് പുരുഷൻ അവന് പ്രണയപ്പക ഉണ്ടാവാനുള്ള കാരണം അവൻ്റെ തന്നെ ബീജം അവൻ്റെ സ്ത്രീയിലുണ്ടായിരിക്കണം, അത് വളരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ സ്ത്രീക്ക് അതല്ല എന്നുള്ളൊരു പോയിന്റാണ് ജയശ്രീ മാഡം ഇടയ്ക്ക് പറഞ്ഞത്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ. അപ്പോൾ സിത്താര മാം പറഞ്ഞ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ, ഷാഹിന മാഡത്തെ കോട്ട് ചെയ്തിട്ട് പറഞ്ഞ പോയിന്റ്, ഈ പ്രണയപ്പക എന്നുള്ളൊരു സബ്ജക്റ്റ് ഒരു ക്രിയേഷനാണ്, അല്ലെങ്കിൽ ഈ വാക്ക് തന്നെ. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയോട് യോജിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും തോന്നുന്നത് ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം, അല്ലെങ്കിൽ അത് കീഴടക്കണം എന്നുള്ളൊരു ആഗ്രഹം, മറ്റൊന്ന് അസൂയ, മറ്റൊന്ന് എത്രമാത്രം പൊസസീവ് ആകണം എന്നുള്ള പോയിന്റ്സാണ്. അപ്പോൾ ഇത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു രോഗാതുരതയുണ്ട്. നമ്മൾ ഇത് മാത്രമായിട്ട് കൺസിഡർ ചെയ്യരുത്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കണം. കാരണം നമുക്ക് ഒരു സാംസ്കാരിക മൂല്യച്യുതി ഉണ്ടാവുന്നുണ്ടെന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണെന്നുള്ള വിശ്വാസത്തോടെ എടുക്കുകയും വേണം എന്നാണ് ഒരു ഇതുള്ളത്. അപ്പോൾ ഇതിനും ഒരു അഭിപ്രായം വരണമെന്ന് പറയും. അതോടൊപ്പം ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്, ഈ പ്രണയപ്പക എന്നുള്ള വാക്ക് എല്ലാവരോടും ഒഴിവാക്കാനായിട്ട് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്താൽ വളരെ സന്തോഷം ഉണ്ടാവുമെന്നും കൂടി പറയുന്നു. വാക്ക് ഒഴിവാക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തെ ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞോട്ടെ. വാക്ക് ഒഴിവാക്കുന്നതുകൊണ്ട് പ്രശ്നം ഒഴിവാകില്ല. പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ അപ്രോച്ചിനെ കുറിച്ച് ഉള്ള ഒരു അഭിപ്രായം പറയാനുള്ളത്, നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്ന ഈ വീണ്ടും രണ്ട്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒന്നുകിൽ ഇതിനൊരു ബയോളജിക്കൽ ബേസിസിൽ മാത്രം കാണുക, അതല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റായിട്ട്, സാമൂഹ്യ നിർമ്മിതിയായിട്ട് കാണുക. ഇത്തരത്തിലാണ് നമ്മൾ എല്ലാ വിഷയങ്ങളെയും സമീപിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് മാറിയിട്ടുണ്ട്. നമ്മളെല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്നത് ഒരു ഇൻ്റർ ആയിട്ടുള്ള ഒരു സമീപനത്തിലൂടെയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം എലിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ എല്ലാ വശത്തു നിന്നും നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ച വരുള്ളൂ. പറഞ്ഞ പോലെ വീണ്ടും ആണ് പെണ്ണ് എന്നുള്ള ദ്വന്ദ്വ വിഭജനത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല ഞാനും കാണുന്നത്. പക്ഷേ മസ്കുലൈനായിട്ടുള്ളതും ഫെമിനൈനായിട്ടുള്ളതുമായിട്ടുള്ള അതിൻ്റെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, സർവൈവൽ റീപ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ബയോളജിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഫെമിനിനിറ്റിയും മസ്കുലിനിറ്റിയും കൃത്യമായ രണ്ട് കള്ളികളിലല്ല, ഇതിൻ്റെ വേരിയേഷൻസും ഉണ്ടാകും. അതേസമയം പഠനങ്ങൾ നമ്മൾ പലതും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പഠനങ്ങൾ അത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ പലതരത്തിലുള്ള ന്യൂറോ ബയോളജിക്കലായിട്ടുള്ള പഠനങ്ങളും അങ്ങനെ അല്ലാത്ത പഠനങ്ങളും കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതൊരു പക്ഷേ കൾച്ചറലി ഇവോൾവ് ചെയ്ത് വന്നും കൂടെ ആകാം. അതേസമയം ബയോളജിക്കലി ഉള്ള റീപ്രൊഡക്ഷൻ നീഡ്സുമായിട്ട്, സമൂഹത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടും കൂടി കിടക്കുന്നതാണ്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ലളിതമായ ഉത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതല്ല, വളരെ കോംപ്ലക്സ് ആണ്, സങ്കീർണമാണ്. ഇവ തമ്മിൽ എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബയോളജിക്കലായ വശങ്ങളും സാമൂഹ്യമായ വശങ്ങളും കൾച്ചറലായിട്ടുള്ള വശങ്ങളും തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു. പല ബയോളജിക്കലായ കാര്യങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കണ്ടീഷൻ ഫേവറബിളായിട്ട് വരുമ്പോഴാണ്. അതിൽ പാട്രിയാർക്കി വളരെ പ്രധാനമാണ്. സിത്താര അവസാനം പറഞ്ഞ ഈ പൊസസീവ്നെസ്സിനെ പ്രണയമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ കൾച്ചറലാണ്, ഇതൊക്കെ സാംസ്കാരികമാണ്, ഇതിനൊന്നും ബയോളജി ഒന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള എലിമെൻസും അതിനകത്തുണ്ട്. ഇപ്പോൾ ഒരാൾ പൊസസ് ചെയ്യുന്നു, അടിക്കുന്നു, പ്രണയമായിരിക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണ്. എന്താണ് വീണ്ടും ഇത് കല്യാണത്തിൽ അവസാനിക്കുന്ന അയാൾക്ക് നല്ല ഉറപ്പാണ്. നമ്മുടെ സമൂഹം അതുമാത്രമേ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, പ്രേമിച്ചേക്ക് കല്യാണം കഴിച്ചോളണം നിശ്ചയമായിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അടിച്ചാലും ഒരു കുഴപ്പമില്ല, എന്ത് വയലൻസും ആണിന് കാണിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ സാംസ്കാരികമാണ്. അപ്പോൾ ബയോളജിക്കലായിട്ടുള്ള എക്സ്പ്രഷന് ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള നിറം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രതിഫലിപ്പിക്കപ്പെടുന്നതെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ സമീപനത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് വേണമെന്നുള്ളതാണ് എല്ലാ ആഗോളമായിട്ട് തന്നെ അക്കാഡമിക്കലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഇതിൻ്റെ എല്ലാ വശങ്ങളും സമഗ്രമായി നോക്കണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ സബ്ജക്റ്റ് നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സമയമില്ല, പല പ്രശ്നങ്ങളും പരിമിതികളും ഉണ്ട്. എങ്കിലും നമ്മൾ വെറുതെ ഒരു ചാപ്റ്റർ, ഒരു മിനിമം അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ആരംഭം കുറിച്ചു എന്നുള്ളതിൽ ഈ പാനലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ പ്രശ്നം, നമ്മൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആംഗിൾസ് കൂടി അത് കാണേണ്ടി വരും. ഒരു ആംഗിളിലൊന്നും അല്ല, സോഷ്യോളജിക്കൽ, പൊളിറ്റിക്കൽ, ഈവൻ പൊളിറ്റിക്കൽ, അതുപോലെ ഫിസിക്കൽ, അങ്ങനെ നിരവധി ഭാഗങ്ങളിൽ കൂടിയിട്ട് വേണം നമുക്കിതിനെ കാണാൻ. പക്ഷെ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഞാൻ പറയാൻ ചെറിയൊരു കാര്യം, ഇത് പക, പ്രണയപ്പക, അപ്പം അദ്ദേഹം പറഞ്ഞ പോലെ പക എന്നുള്ള വാക്കും പ്രണയവും തമ്മിൽ യാതൊരു പൊരുത്തമില്ലാത്ത രണ്ട് വാക്കുകളെ നമ്മൾ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിൽ ഒരു ഡിക്കോട്ടമി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പ്രണയം ശരിക്കും പറഞ്ഞാൽ പകയെ വഹിക്കുന്ന, ഇറ്റ് ഡസൻറ്റ് ക്യാരി എന്നുള്ളതാണ് സത്യം. ഇപ്പം അദ്ദേഹം പറഞ്ഞു ഒരു ദ്വന്ദ്വമുണ്ട്, ഹിപ്പോക്രസി നമുക്കുണ്ട്. അത് ഒരു വശത്ത് കൂടെ നമ്മളൊരു കാര്യം നോക്കും, മറ്റേ വശത്ത് വേറൊരു പോകും. ചില കഥകളിലേക്കൊക്കെ പറഞ്ഞ പോലെ വളരെ സെൽഫിഷായിട്ടുള്ള മോട്ടിവേഷനിലാണ് പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകൾ ഒരു പക്ഷേ അതേപോലെ ആവണമെന്നില്ല. കുറേ കൂടി ഡെലിക്കേറ്റാണ് വുമൻ്റെ മെൻ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ദ്വന്ദ്വം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പക്ഷേ ഇതൊക്കെ നമ്മൾ പലതും പറയുമ്പോൾ ഈ പക, ഈ മർഡറിങ്ങും കില്ലിങ്ങും ഒക്കെ പറയുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് സമയം കുറവായത് കൊണ്ട് ചോദ്യങ്ങളിലേക്കോ ഞാൻ പറഞ്ഞത് പ്രണയവും പക എന്നുള്ളത് രണ്ടും. പക എന്നുള്ളത് വേറൊരു സബ്ജക്റ്റാണ്. ഇറ്റ് ഈസ് എ സൈക്കോഫാൻസ്. ഒരു സൈക്കോഫാൻ ആയിരിക്കും അവൻ. സൈക്കോപാത്തിന് ഓൺലി ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഒരു സൈക്കോപാത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇതൊരു സോഷ്യൽ പ്രോബ്ലം, ഇറ്റ് ഈസ് എ സോഷ്യൽ ഇഷ്യൂ, ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ലവ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അഭിപ്രായത്തോട് അല്പം യോജിക്കുന്നുണ്ട്. കാരണം നമ്മൾ പ്രണയത്തെ പറ്റി പറയുമ്പോൾ ലവ് ആൻഡ് ഹെയ്റ്റ് എന്നാ പറയാം.
ദേ ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം ഉള്ളിടത്ത് സ്നേഹമേ ഉള്ളൂ, വെറുപ്പില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പഠനം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പഠനം കാണുന്നത്, നമുക്ക് 2018 പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ മലയാളികൾ എന്താ പറയുക, ജീവൻ പോലും വെടിഞ്ഞ് എന്താ പറയുക റെസ്ക്യൂ ഓപ്പറേഷൻസിന് ഇറങ്ങിയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ ഡെത്ത് ആങ്സൈറ്റിയുടെ ഒരു പശ്ചാത്തലത്തിൽ നടന്നൊരു പഠനമുണ്ട്. അതിൽ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതിനു വേണ്ടി ഇറങ്ങുന്നത് അവരുടെ തന്നെ മരണഭീതിയെ തരണം ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവരും ജീവിക്കുക, ഒരു കമ്മ്യൂണിറ്റി ലൈഫ് സാധ്യമാകുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ അവരവരുടെ ജീവനും മരണവും ഇടയ്ക്കുള്ള ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമായാണ് ഇത്രയധികം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കടന്നുപോയിട്ടുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ, സമയത്ത് ഏറ്റവും കൂടുതൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വന്നൊരു സമയമായിരുന്നു മഹാമാരി കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ലവ് ആൻഡ് ഹെയ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫാക്ട്, അതൊരു വസ്തുതയാണ്. അപ്പോൾ പ്രണയത്തിൽ അതുണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയല്ല. എനിക്കൊന്ന് രണ്ടാമത്തെ വാക്കായിട്ടുള്ള ലൈംഗിക അസൂയ എന്ന് പറയുന്ന വാക്ക് നമ്മളധികം ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു. ലൈംഗിക അസൂയയിലും ഈ പറയുന്ന, എനിക്കൊന്ന് അതിൽ കൂടുതലും ജയശ്രീ മാഡം പറഞ്ഞ പോലെ ഒരു ബയോളജിക്കൽ റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് എൻ്റെ ഇണയായിരിക്കുക, എൻ്റെ അത് മാത്രമായിരിക്കുക. ഈ പറയുന്ന നമുക്ക് സമയമില്ലെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാണ്. സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് പറയുമ്പോഴേക്കും നമുക്ക് മോണോഗാമി, പോളിഗാമി, പ്രോപ്പർട്ടി എന്താ പറയുക സ്വന്തമാക്കുക, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള താല്പര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പറയേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ, പലരും പറഞ്ഞതുപോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അല്പമെങ്കിലും അത് നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക അനലൈസ് ചെയ്യാൻ, നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ, നമ്മളെങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ഡോക്ടർ ജയശ്രീ സംസാരത്തിനിടയിൽ പറഞ്ഞു പ്രണയത്തൊരു അലങ്കാരക പോലെയാണ് പറഞ്ഞത്. ഈയിടെ അമേരിക്കൻ സയൻസ് ജേർണൽ പറഞ്ഞു ഈ പ്രണയം എന്ന് പറയുന്നത് തലച്ചുള്ളത് ഒരു രാസപ്രവർത്തനമൊന്നും അതിനപ്പുറം ഒന്നുമില്ല. കാരണം കവികൾ, സാഹിത്യകാരന്മാർ, സിനിമ എല്ലാവരും ഇങ്ങനെ വാഴ്ത്തിപ്പാടി വലിയ സംഭവം പോലെ ആക്കുന്ന പറയുമ്പോൾ ഇത് വരും മതിഭ്രമണോ, ശാരീരിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള നമുക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് വരും അലങ്കാരം, നമ്മൾ അതിൽ പെട്ടുപോയതിനോ ഇതിനുള്ള അടിസ്ഥാന യാഥാർത്ഥ്യം ഉണ്ടോ, ശാസ്ത്രീയമായിട്ടുള്ള പിൻബലമുണ്ടോ? ഇതന്നെ എൻ്റെ ചോദ്യം. പ്രണയത്തിൻ്റെ മാത്രം കാര്യമില്ല, വികാരങ്ങൾ ആ ഒരു വിഷയമാണ് വെച്ചാൽ, വികാരങ്ങൾ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായ വികാരങ്ങൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നെഗറ്റീവായ വികാരങ്ങളുമുണ്ട്, അതിനെല്ലാം പല പല ആവശ്യങ്ങളുമുണ്ട്. പ്രണയം അതുപോലെയാണ്, അതിന് ചില ഫങ്ഷനുണ്ട്. ആ ഫങ്ഷൻ വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ലൈംഗികമായ അടുപ്പത്തിൻ്റെ അതിനൊരു നിറം കൊടുക്കുന്ന ഒരു ഫങ്ഷൻ ഉണ്ടാകുമായിരിക്കും. ഇപ്പോൾ പിന്നെ തൂവലുകളൊക്കെ വളരെ ഭംഗിയിൽ മയിലിനൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് ശാരീരികമായ അലങ്കാരം പോലെ തന്നെ മനുഷ്യന് മനസ്സുള്ളത് കൊണ്ട് മനസ്സിൻ്റെ ഒരു അലങ്കാരമായിട്ട് കാണാം, അതിനൊരു ഫങ്ഷനുണ്ട്. അതുകൊണ്ടാണ് അത് നിലനിന്ന് പോരുന്നിട്ടുള്ളത്, കുറേ കാലങ്ങളായി നിലനിന്ന് പോരുന്നത് കൊണ്ടാണ്. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാം പോസിറ്റീവായ വികാരങ്ങൾ മാത്രമല്ല ഉള്ളത്, നെഗറ്റീവായ വികാരങ്ങൾക്കും അതിൻ്റെ ഫങ്ഷനുണ്ട്. ഉദാഹരണത്തിന് ഭയം, ഈ പറഞ്ഞ പോലെ ഭയം അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇതിനൊക്കെ ഒരു ഫങ്ഷനുണ്ട്. അത് അതിര് കവിഞ്ഞു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ പത്തോളജിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താതെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം. അത് ഇല്ല എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള എല്ലാ വികാരങ്ങളും മനുഷ്യർക്കുണ്ട്. പോസിറ്റീവായ വികാരങ്ങൾ പോലെ തന്നെയാണ് ഭയം, അസൂയ, ദുഃഖം എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് സന്തോഷവും എന്താ പറയുക പിന്നെ ഇതുപോലെയുള്ള സ്നേഹവും അങ്ങനെയുള്ള വികാരങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല റിയാലിറ്റി. ഇതിനെല്ലാം അതിജീവനത്തിൻ്റേതായിട്ടുള്ള നിലനിൽപ്പിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. നമുക്കെന്താണ് വേണ്ടത്? ഇത് അതിര് കടക്കാതെ നോക്കണം, ഇത് മറ്റു മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കണം, ഇതൊരു പത്തോളജിക്കലായിട്ട് മാറാതെ നോക്കണം, അതിനെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ ആദ്യം അവയർനെസ് ഉണ്ടാവണം, ഇതുണ്ട് എന്ന് അംഗീകരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള പോയിന്റ്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കണം, ഇതുണ്ട് അവിടെ. അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ അതിനെ ഒരു എന്താ പറയുക വയലൻസിലേക്ക് അല്ലെങ്കിൽ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകാതെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റണം എന്നുള്ളിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഒരു കാര്യം കൂടെ ചേർത്തോട്ടെ. നമ്മൾ പൊതുവേ പറയണം നെവർ ഗിവ് അപ്പ് ഇൻ ലൈഫ്, അല്ലെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് ഡ്യൂ ക്രെഡിറ്റ് ഈ പോസിറ്റിവിറ്റിക്ക് കൊടുക്കുന്നതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രണയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളതാണ്. ചില സ്ഥലത്ത് നമ്മളതിനെ പോകാൻ അനുവദിക്കുക. അപ്പോൾ നമ്മളത് വിജയം മാത്രമേ പറ്റൂ അല്ലെങ്കിൽ സന്തോഷം മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് ഒരു സർവൈവലിന് ശരിയായൊരു ഇമോഷനോ സ്റ്റാൻഡോ അല്ല. ഹലോ, ഇതൊരു വ്യക്തിപരമായ കാര്യമായി പോകുമെന്നൊരു സംശയമുണ്ട്. അത് ജയശ്രീ മാഡത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മുടെ മൈത്രേയൻ ഒരിക്കൽ ഏകപക്ഷീയമായിട്ടാണ് ഞാൻ കുടുംബം ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ജയശ്രീ മാഡം അവിടെ ഇല്ല, വേറെ എവിടെയോ ഏതോ സ്ഥലത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകപക്ഷീയമായിട്ട് കുടുംബം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതിൽ ജയശ്രീ മാഡത്തിന് എന്തെങ്കിലും അതിൽ ഒരു പരിഭവം തോന്നിയതുപോലെ ഏതോ ഒരു സംഭാഷണത്തിൽ എനിക്ക് തോന്നിയിരുന്നു. രണ്ടാമത് നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ അതിൽ പ്രണയം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ അങ്ങ് തീരുമാനിക്കുകയായിരുന്നോ എന്ന് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശരിയാണ്. അതെ, അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അല്ലാതെ എല്ലാ പോസിറ്റീവ് മാത്രമൊന്നും അല്ല. അത് അസൂയ, അതേ പറഞ്ഞ് എനിക്ക് അസൂയ ഉള്ള ആളാണ്. പ്രണയം എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സാമൂഹ്യമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനം, അതാണ് അദ്ദേഹം ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലൈംഗികമായ താല്പര്യം തന്നെ ആയിരിക്കണം. അതിൻ്റെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ് പ്രണയം എന്ന് പറയുന്നത്. അത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഓരോ മനുഷ്യരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ സബ്ജക്റ്റീവാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയ പ്രണയം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഫീലിങ്സ് ആണത്. അത് കുറേ നമ്മളെ സാമൂഹ്യമായി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ സിനിമയിലൂടെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കേട്ട പാട്ടുകൾ, സിനിമാ പാട്ടുകളും അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള സാഹിത്യത്തിൽ നിന്നും ഒക്കെയാണ് എനിക്ക് ആ ഫീലിംഗ് ഉണ്ടാകുന്നത്. മൈത്രേയൻ ഒരു പുരുഷ ശരീരത്തിലായിരിക്കുന്ന ഒരാളാണ്, ഒരു സാമൂഹ്യമായി പുരുഷനായി രൂപപ്പെട്ട ഒരാളാണ്. മൈത്രേയന് തോന്നുന്ന വേറെ പ്രണയം ഫീലിങ്സ് ആയിരിക്കും. പക്ഷെ നമ്മളിതെല്ലാം മാച്ചാവണമെന്ന് നമ്മളെപ്പോഴും നിർബന്ധം പിടിക്കുകയാണ്. ഇത് തമ്മിൽ മാച്ചാവണമെന്നൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതാണോ ഐഡിയൽ, അങ്ങനെ ഒരു ഇതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ തീരുമാനിക്കുന്നതൊന്നും പ്രാക്ടിക്കലി പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പറ്റുമോ, അങ്ങനെ ഇരുന്നു കൊണ്ട് പറ്റുമെങ്കിൽ നല്ലതാണ് എന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പല കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും അങ്ങനെ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുകയായിരിക്കും, അല്ലെങ്കിൽ അതിനോട് റെസിസ്റ്റ് ചെയ്യുമായിരിക്കും. അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇത് ഈ ഒരു ഡിസ്കഷനിൽ വരുന്നതല്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് തൽക്കാലം അത് പിന്നീട് വേണമെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിക്കും. ഹലോ, വ്യക്തിപരമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഒരാൾക്ക് കൂടി സംസാരിക്കാനുള്ളൊരു സമയമുണ്ട്. അത് ജയശ്രീ പറഞ്ഞിരുന്നു ഈ പ്രണയത്തിൽ അസൂയ ഉണ്ടെന്നുള്ളത്. അത് ശരിയാണ്, അത് അവിടം വരെ ശരിയാണ്. അത് കഴിഞ്ഞങ്ങോട്ട് പോയിട്ട് വയലൻസ്, ക്രൈമൊക്കെ ആകുമ്പോഴാണ് അവിടെ ഈ പ്രശ്നം വരുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ ഇവിടെ വന്നത്. എനിക്കൊരു തോന്നിയൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വയലൻസ്, ഈ ക്രൈം ട്രേറ്റ്സ് ഉള്ള ആളുകളുടെ കുട്ടികളിലൊക്കെ ഇത് കൂടി വരുന്നു എന്ന് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്, അതായത് ഈ ട്രേറ്റ്സ് ഉള്ള മനുഷ്യർ പ്രണയിക്കുന്നത് കൊണ്ടാണോ ഈ പ്രണയത്തിൽ ഇത്രയധികം വയലൻസ്, ക്രൈം റേറ്റ് കൂടുന്നത്? ഓർ അതർവൈസ് പുതിയ കാലത്തിൻ്റെ പ്രണയത്തിൻ്റെ സമവാക്യത്തിൽ അതിൻ്റെ വേരിയബിൾസ് തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? മീൻസ് ഇപ്പോൾ കലിപ്പൻ്റെ കാന്താരിയിൽ നിന്ന് അങ്ങനെയൊക്കെ കുറേ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെന്തായിരിക്കും ഈ വയലൻസ് റേറ്റ് കൂടുന്നതിൻ്റെ കാരണം എന്ന് പറയണതിൽ ഏതെങ്കിലും ഈ പ്രണയത്തിൻ്റെ കുഴപ്പം മീൻസ് അതാണോ, ഇനി മനുഷ്യർ ഇങ്ങനെ ഈ ട്രേറ്റ്സ് ഉള്ള മനുഷ്യർ പ്രണയിക്കുന്നതുകൊണ്ടാവുമോ? അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രണയം സാമൂഹ്യമായ ഒരു നിർമ്മിതി കൂടിയാണ് അല്ലേ. നമ്മൾ പണ്ട് കാലത്ത് എത്രത്തോളം പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ക്ലാസിക് കൃതികളിലൊക്കെ ശരീരത്തിൻ്റെ വർണ്ണനകളും ശാരീരികമായ അടുപ്പങ്ങളാണ് കൂടുതൽ. പിന്നെ ഒരു റൊമാൻറ്റിക് കാലഘട്ടം പിന്നീട് വന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മാറി വരുന്നുണ്ടാകും, പ്രണയസങ്കല്പം മാറി വരുന്നുണ്ടാകും. ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രണയം വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പോയിക്കൊണ്ടേ ഇരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ
കുട്ടികൾ കുറച്ചും കൂടി പുതിയ ജനറേഷന് കുറച്ചും കൂടി അവർ തുല്യത, ഒരു ഈക്വാളിറ്റി, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരങ്ങനെ എത്രത്തോളം പഴയതുപോലെ ഉള്ള ഒരു റൊമാൻറ്റിസിസത്തിലേക്ക് പോകുമെന്നുള്ളത് സംശയമുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്നുമുണ്ട്. അത് ഒരുപാട് എന്താ പറയുക, സിനിമയിലൂടെയും ഒക്കെ വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. കുറേ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് മാറ്റങ്ങളും വരുന്നുണ്ട്. കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായിട്ട് അടുപ്പങ്ങളെ, എനിക്കൊന്ന് പ്രണയം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇൻറ്റിമസി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. മലയാളം കൃത്യം എന്താണെന്ന് എനിക്കറിയില്ല, അടുപ്പമാണോ എന്നറിയില്ല. ഇൻറ്റിമസീസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലതരത്തിലുള്ള ഇൻറ്റിമസീസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ ജെൻഡർ, ഒരു റിജിഡ് ജെൻഡർ നോമിന്ന് സ്വതന്ത്രമാക്കേണ്ടതുമുണ്ട്. ഇത്തരം അടുപ്പങ്ങൾ എല്ലാ സെയിം ജെൻഡറുള്ളവർ തമ്മിലുണ്ടാകാം. ഫ്രണ്ട്ഷിപ്പ് തന്നെ പല ലെയേഴ്സിലുള്ള പല തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകാം. ഇതെല്ലാം ഇൻറ്റിമസികളാണ്. ഇത്തരം ഇൻറ്റിമസികളെ അതിൻ്റെ ഒരു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തലത്തിൽ വെച്ച് ഈ കാൽപ്പനികമായിട്ടുള്ള ഈ പ്രണയത്തിൽ നമ്മൾ കുറച്ചൊന്ന് മോചിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇൻറ്റിമസീസിനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഡിഫറൻറ്റ് ഡെൻസിറ്റിയിൽ പല തരത്തിലുള്ള ഇൻറ്റിമസീസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ എത്ര കാലം ചർച്ച ചെയ്താലും തീരാത്തൊരു വിഷയമാണിത്. ഇവിടെ വന്ന പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ എന്ന് പറയാവുന്നത്, പ്രണയപ്പക എന്ന വാക്കേ ഉപേക്ഷിച്ച് കളയുന്നൊരു തീരുമാനം ഈ വേദിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രണയപ്പക എന്നല്ല, മനുഷ്യവംശത്തിൽ നിന്ന് പക എന്ന ആ വാക്കല്ല, പ്രവൃത്തി പോലും എന്നേക്കുമായി ഇല്ലാതാകണമെന്ന ഒരു സ്വപ്നമായി മാറട്ടെ ഈ വേദി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കരുണയുടെ കടലാഴങ്ങൾ കൊണ്ട് നിരന്തരം സ്നേഹിക്കാനും പ്രേമിക്കാനും കഴിയട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ AK ജയശ്രീ, സിതാര S, ഡോക്ടർ